ചരിത്രത്തെ ഞാൻ ചരിത്രശാസ്ത്രം എന്ന് വിളിക്കുവാനാണ്. ചരിത്രം ഒരേ സമയം തന്നെ മാനവിക അല്ലെങ്കിൽ കലാവിഷയവും അതുപോലെ തന്നെ അത് ശാസ്ത്രവുമാണ്. പക്ഷേ ചരിത്രം കഴിഞ്ഞ കാലഘട്ടത്തെ തേടിപ്പിടിക്കുവാനുള്ള ഒരു ശാസ്ത്രം എന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുമ്പോൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതിനെ ചരിത്ര ശാസ്ത്രമാക്കി മാറ്റുകയാണ്. ശാസ്ത്രത്തിൻ്റെ ഒരു സ്വഭാവമല്ല പക്ഷേ ചരിത്രത്തിനുള്ളത്. ശാസ്ത്രത്തിൻ്റെ രീതികളെ അവലംബിക്കുകയും അതേസമയം വളരെ സബ്ജക്റ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞ വൈവിധ്യങ്ങൾ ധാരാളമുള്ള ഒരു ആശയ സമൂഹത്തെ കണ്ടെത്തുവാനുള്ള ശ്രമവുമാണ് ചരിത്രം ചെയ്യുന്നത്. അതുകൊണ്ട് ചരിത്രം വളരെ സങ്കീർണമായ സാമൂഹികതയെ പഠിക്കുന്ന ഒരു വിഷയമാണ്. അത് വളരെ കോംപ്ലക്സാണ്. ഈ ചരിത്രത്തിൻ്റെ ഗവേഷണം അല്ലെങ്കിൽ പ്രശ്ന മേഖല എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സാണ്, വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് ചരിത്രം എന്ന വിഷയത്തിനെ നമ്മൾ സമീപിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയം. 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം PG ചെയ്യുവാനായിട്ട് വരുന്ന വിദ്യാർത്ഥികളോട് എന്തിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന ഒരു ആശയം, ചില ആശയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതിനകത്ത് പങ്കിടുന്നത്. ചരിത്രത്തിൻ്റെ പ്രകൃതം, സ്വഭാവം, ചരിത്രശാസ്ത്രത്തിൻ്റെ ചില സവിശേഷതകൾ നിങ്ങളെ തന്നെ പുനർനിർവചിക്കേണ്ടതായി വരുന്നു. ചരിത്രം പഠിക്കുന്നവർ തന്നെ ചരിത്രം എഴുതി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വളരെ പ്രസിദ്ധയായ ഇന്ത്യൻ ചരിത്രകാരി റോമില താപ്പറിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1965 മുതലാണ് ഇന്ത്യ ചരിത്രം എഴുതി തുടങ്ങുന്നത്. 1965 മുതൽ 2024 ഇപ്പോഴും റോമില താപ്പറിൻ്റെ ആ ചരിത്ര അന്വേഷണ ത്വര, താല്പര്യം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോമില താപ്പർ വളരെ വലിയൊരു ചരിത്രകാരിയായിട്ട് വളരും തോറും റോമില താപ്പർ ഒരു ചെറുപ്പക്കാരിയായ ചരിത്രകാരിയായിട്ട് മാറി. വാർദ്ധക്യം റോമില താപ്പറിനെ പിടികൂടുന്നത് ചിലപ്പോൾ ശാരീരികമായ ഒരു പ്രകടനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ മുഖഭാവങ്ങളിലോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും ഈ 90 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 92 93 വയസ്സാണ് റോമില താപ്പറിന്, ചരിത്ര വിഷയത്തെ പ്രണയിച്ച് ചരിത്ര വിഷയത്തെ തൻ്റെ ഭാഗമാക്കി ചരിത്രമെഴുതി ചരിത്രമായി മാറിയ ഒരു ചരിത്രകാരിയാണ് റോമില താപ്പർ. പ്രതിരോധത്തിൻ്റെ ചരിത്രമാണ് സത്യത്തിൽ റോമില താപ്പർ തുടങ്ങിയത്. എങ്ങനെയാണ് ചരിത്രത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ വിഷയമായിട്ട് 3 വെള്ളം കയറാ കള്ളികളിലായി വിഭാവന ചെയ്ത ഇന്ത്യ ചരിത്രത്തെ, ഏൻഷ്യൻ്റ് ഹിന്ദു, മിഡീവിയൽ മുസ്ലിം, മോഡേൺ പക്ഷേ ബ്രിട്ടീഷ്, ക്രിസ്ത്യൻ എന്ന് പറയുന്നില്ല, മോഡേൺ ബ്രിട്ടീഷ് ആക്കി വിഭാവന ചെയ്ത ആ യൂറോപ്യൻ അല്ല ഇംഗ്ലീഷ് ചരിത്ര പാരമ്പര്യത്തിനെ ചെറുത്ത് തോൽപ്പിക്കുവാനായിട്ടാണ് സത്യത്തിൽ 1965 മുതൽ റോമില താപ്പറുടെ എഴുത്തുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. റോമില താപ്പറിൻ്റെ ആദ്യത്തെ ബുക്ക് 1965 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വോളിയം 1 ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ ട്രൈപാർട്ടൈറ്റ് ആയിട്ടുള്ള ഈ ചരിത്ര കാലഘട്ടങ്ങളെ ഇന്ത്യക്ക് അത് അങ്ങനെ അല്ല എന്നും, മതത്തിൻ്റെ പേരിലല്ല, വിഭാഗീയതയുടെ പേരിലല്ല ചരിത്രത്തെ കാണേണ്ടത് എന്ന ശാസ്ത്രീയ യുക്തി, ശാസ്ത്രീയ ബോധ്യം എംപിരിക്കൽ റിസർച്ചിൻ്റെ ബേസിലും അതുപോലെ തന്നെ തിയറട്ടിക്കൽ റിസർച്ചിൻ്റെ ബേസിലും രണ്ടിനെയും സമ്മിശ്രമായി കണ്ടുകൊണ്ട് ചരിത്രം എഴുതി തുടങ്ങിയ ഒരു യുവചരിത്രകാരിയായിരുന്നു റോമില താപ്പർ. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ധർമ്മ ഓഫ് ദ റിവർ ടു കീപ് ഫ്ലോയിങ് എന്ന് പറഞ്ഞ പോലെയാണ്. പുഴയുടെ ധർമ്മം എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു ചരിത്രകാരിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, നേരത്തെ ഡോക്ടർ മാളവിക പറഞ്ഞതുപോലെ ചരിത്രത്തെ പ്രണയിക്കുവാനുള്ള, ചരിത്രത്തെ സ്നേഹിക്കുവാനുള്ള, ചരിത്രവും ഒന്നിച്ചൊരു ചായ കുടിക്കാൻ പോകുവാനുള്ള ഒരു മനസ്സിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ശരിക്കും ഈ 2 വർഷക്കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചരിത്ര വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ നിങ്ങൾ
തിരിച്ചറിഞ്ഞ് അതിനെ ഒരു അനുഭവ തലത്തിൽ എത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാലഘട്ടം എന്ന് പറയുന്നത്. ചരിത്ര പഠനത്തിൻ്റെ, ചരിത്ര ഗവേഷണത്തിൻ്റെ ചില സവിശേഷതകൾ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ ടെൻസ് എന്ന് പറയുന്നത് 3 ടെൻസും ചരിത്രത്തിനുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റ് ടെൻസും ഉണ്ട്, പ്രസൻറ്റ് ടെൻസും ഉണ്ട്, ഫ്യൂച്ചർ ടെൻസും ഉണ്ട്. അത് പ്രസൻറ്റിൽ നിന്നും പാസ്റ്റിലേക്ക് പോവുകയും തിരിച്ച് അത് പ്രസൻറ്റിലേക്ക് വരികയും പിന്നീട് ഫ്യൂച്ചറിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രസരണം, ഒരു ട്രാൻസ്മിഷനാണ് ഈ ചരിത്ര പഠനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടെൻസ് ഒതുക്കുന്ന, ശാസ്ത്രത്തെ ഒതുക്കുന്ന ഒരു ടെൻസ് പോലെ, പ്രസൻറ്റിൻ്റെ ടെൻസ് പോലെ അല്ല ചരിത്രത്തിൻ്റെ ടെൻസ് എന്ന് പറയുന്നത്. അത് വ്യത്യസ്ത കാലങ്ങളിലേക്ക് പോകുവാനുള്ള, വ്യത്യസ്ത കാലങ്ങളിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു നിപുണത ഉണ്ടാക്കേണ്ട ഒരു വിഷയമാണ് ചരിത്രം എന്ന് പറയുന്നത്. അത് ഒരു വിശേഷ അവഗാഹ വിജ്ഞാനമാണ്. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ കൈൻഡ് ഓഫ് നോളജ്. മാത്തമാറ്റിക്സ് ചെയ്യുന്നത് പോലെ ഈസി ആയിട്ട് ചെയ്യുവാൻ പറ്റിയ ഒരു വിഷയമല്ല ചരിത്രം എന്ന് പറയുന്നത്. അഭിജിത്ത് പഥക് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഫോർ മോറൽ ക്വസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ചെറിയ എക്സാമ്പിൾ പറയുന്നുണ്ട്. എവിടെയാണ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ ശാസ്ത്ര വിഷയങ്ങളുടെ അപ്പുറത്ത് പോകുന്നത്, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള സങ്കീർണത എവിടെയാണ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾക്കുള്ളത് എന്ന്. 2 വീടുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലൂടെയാണ് അത് പറയുവാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരു വീട്ടിലെ പശുവിനെ അമ്മ കറന്ന സമയത്ത് കാല് വെച്ച് തട്ടിക്കളഞ്ഞ് പാല് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അവിടെ നിന്നും ഒരു 300 ml വരുന്ന ഒരു കുപ്പിയിൽ പാല് മേടിച്ചുകൊണ്ട് പോയി ഈ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. പാല് നഷ്ടപ്പെട്ട അമ്മയ്ക്ക് കൊടുക്കുകയും ആ പാല് ആ കുട്ടിക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പാല് കൊടുക്കണം എന്നുള്ള അമ്മമാരുടെ സാധാരണ ഒരു ആഗ്രഹം. അങ്ങനെ കൊടുക്കുകയും സന്തോഷമായിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്തു. 1 ലിറ്റർ പാലാണ് ആ വീട്ടിൽ കിട്ടുന്നത്. ആ 1 ലിറ്റർ പാല് കിട്ടുന്നിടത്താണ് ഈ 300 ml പാല് കൊണ്ട് കൊടുത്തത്. അപ്പം 30% അതിൻ്റെ കണക്ക്. കണക്കിൻ്റെയും ഒരു പരിധിവരെ എക്കണോമിക്സിൻ്റെയും ഒക്കെ യുക്തി അവിടെ തീരുകയാണ്. 30%-ൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു കൃത്യത എന്ന് പറയുന്നത് സങ്കീർണതയിലേക്ക് പോകുന്നില്ല. കൃത്യമായ ഒരു ഉത്തരം കിട്ടുമ്പോൾ അത് സങ്കീർണതയിലേക്ക് പോകുന്നില്ല. പക്ഷേ ചരിത്രം അവിടെ തുടങ്ങുകയാണ്. സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ പ്രത്യേകിച്ചും ചരിത്രം അവിടെ തുടങ്ങുകയാണ്. എത്ര ശതമാനം സ്നേഹമാണ് ആ അമ്മ ഈ അമ്മയ്ക്ക് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പൊട്ടി നിൽക്കും. ശതമാനക്കണക്കിൽ നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വ്യവഹാരങ്ങളെ അതിൻ്റെ ചരിത്രപരത്തിലേക്ക് കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് കണക്കിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ ആ കൃത്യതയിലല്ല, മറിച്ച് വലിയ ഭാവനയിലൂടെയാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ചരിത്രഭാവന എന്ന് വിളിക്കാം. ചരിത്രഭാവന, ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷനെ കുറിച്ചിട്ട് ഏറ്റവും ഗൗരവമേറിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ചരിത്രകാരൻ ആണ് R.G. കോളിംഗ്വുഡ് എന്ന് പറയുന്നൊരു ചരിത്രകാരൻ. R.G. കോളിംഗ്വുഡ്, നിങ്ങൾ കോളിംഗ്വുഡിൻ്റെ പുസ്തകം വായിച്ചു കാണും. ഐഡിയ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ആശയം എന്ന് പറയുന്ന ഗ്രന്ഥം. ചരിത്രത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ഐഡിയ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ R.G. കോളിംഗ്വുഡ് പറയുന്നുണ്ട്, ചരിത്രകാരൻ്റെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് റീ എനാക്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തെ പുനരാവിഷ്കരിക്കുക, റീ എനാക്റ്റ് ചെയ്യുക. ശീതീകരിക്കപ്പെട്ട ഫ്രോസണായിട്ടുള്ള ദത്തങ്ങളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രാഥമിക രേഖകളെ തൻ്റെ ഭാവനയിലൂടെ ചലിപ്പിക്കുക. ശീതീകരിക്കപ്പെട്ട ദത്തങ്ങളെ ചലിപ്പിച്ച് അതിനെ പുനരാവിഷ്കരിച്ച് ആൾക്കാരുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു ധർമ്മമാണ്, ഒരു കടമയാണ് ചരിത്രകാരന്മാരുടേത് എന്ന് പറയുന്നത്. ഇത് വളരെ പോസിറ്റിവിസ്റ്റ് രീതിയിൽ ചരിത്രം എഴുതിയിരുന്ന R.G. കോളിംഗ്വുഡിൻ്റെ അഭിപ്രായമാണ്. ഒരു പോസ്റ്റ് മോഡേൺ ചരിത്രകാരനല്ല R.G. കോളിംഗ്വുഡ്. അദ്ദേഹം വളരെ പോസിറ്റിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ചരിത്രകാരൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു റീ എനാക്ട്മെൻറ്റ്, ഇങ്ങനെ ഒരു പുനരാവിഷ്കാരം നമുക്ക് സാധ്യമാകുന്നത് ചരിത്രഭാവനയിലൂടെയാണ്. അവിടെയാണ് അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷൻ എന്താണ് എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷനെ കുറിച്ച് പറയുന്ന ഈ ഘട്ടത്തിൽ 2
വ്യക്തികളുടെ, അതിനെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ബകാരങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒന്ന് നമ്മുടെ കേരളീയനായ വൈക്കം മുഹമ്മദ് ബഷീറും മറ്റൊരാൾ ഫ്രാൻസിൽ ജനിച്ച് ലോകോത്തര ചരിത്രം എഴുതിയ ബ്രോദേലുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് ബകാരങ്ങളുടെ ഭാവന എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കാര്യം ചരിത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാഹിത്യം കൂടിയാണ് എന്ന ഒരു വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഒരു ടെക്സ്റ്റിനെ എഴുതാതെ നമുക്ക് ചരിത്രം നിർമ്മിക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ജോൺ പോളിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു സംഭവമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ കൊച്ചിയിൽ, നിങ്ങൾക്ക് ഏകദേശം കൊച്ചി അറിയാവുന്ന ആൾക്കാർ കാണുമില്ല, അത് കൊച്ചിയിൽ 1970കളിൽ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കായലിൻ്റെ പ്രദേശം, അവിടെ നിങ്ങൾക്ക് കാണാം ബോട്ടുകളും മറ്റേ ഷിപ്പുകളൊക്കെ പോകുന്നത് കാണാം. അതിൻ്റെ അപ്പുറത്ത് കടലാണ്, ബാക്കി ബാക്ക് വാട്ടേഴ്സ് ഇങ്ങനെ കയറി കിടക്കുകയാണ്. ആ ഭാഗത്ത് പോയി ഒരു അരപ്രൈസ് ഉണ്ട്. ആ അരപ്രൈസാണ് എൻ്റെ ലെക്ചറിൻ്റെ ആ പോസ്റ്റർ നിങ്ങൾ കാണുന്നത്. ഒരു അരപ്രൈസ് ഒരു ചെറിയ മതിൽ. ആ മതിലിൽ പോയി വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ ഇരിക്കും. രാത്രി 7 മണിയൊക്കെ കഴിയുമ്പം 2-3 മണിക്കൂർ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചു, വളരെ തിളങ്ങുന്ന ഒരു രൂപം ഇങ്ങനെ സഞ്ചരിച്ച് ഈ ജലത്തിന് മേളിൽ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം നോക്കിയപ്പോൾ അതൊരു അപ്സരസിൻ്റെ സൗന്ദര്യമുള്ള ഒരു യക്ഷിയാണ്. നല്ല തിളങ്ങുന്ന ഡ്രസ്സ്, കാൽപാദങ്ങളിലൊക്കെ വെള്ളി കൊണ്ടുള്ള ഒരു ആഭരണമൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ വീണ്ടും ശ്രദ്ധിച്ചു. ആ യക്ഷിയെ കാണുവാനായിട്ട് വീണ്ടും അദ്ദേഹം ആ അരപ്രൈസിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുകയും വരെ ദിവസങ്ങളോളം ഈ യക്ഷിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട്, പ്രത്യേകിച്ച് പോജിക്കൽ റാഫിയെ പോലുള്ള കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പം അവരൊരു ദിവസം പോയി ഇങ്ങനെ ഇരുന്നു. അവർ പോയി ഇരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അത് സത്യത്തിൽ ഈ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാരുണ്ടല്ലോ, ആ ചെറിയ രീതിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ വള്ളത്തിൽ ചെറിയ വിളക്ക് കാണും, ചിരാത്. വലിയ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ ഓടിപ്പോവും, അവിടെ നിൽക്കത്തില്ല, ഈ വെട്ടത്തിൽ അത് ഓടിപ്പോവും. അങ്ങനെ അതിനെ ഓടിച്ചു വിടാതുള്ള ചെറിയ വിളക്കുണ്ട്. ആ ചെറിയ വിളക്കുകൾ അതിൻ്റെ റിഫ്ലക്സിവിറ്റിയിൽ ഇങ്ങനെ ഓടത്തിന് മേലെ ആരോ നടന്നു വരുന്നതായിട്ട് തോന്നിയതാണ്. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ അത് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. ആ നോട്ടത്തിൻ്റെ ഒടുവിലാണ് അദ്ദേഹം നീല വെളിച്ചം എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. ആ നീല വെളിച്ചം എന്ന് പറയുന്ന നോവലാണ് ഭാർഗവി നിലയം എന്ന ചലച്ചിത്രമായിട്ട് പിന്നീട് വന്നത്. ഈ അടുത്ത കാലത്ത് വീണ്ടും നീല വെളിച്ചം തന്നെയായിട്ട് ആ ചലച്ചിത്രം വരികയും ചെയ്തു. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാവനയിൽ എന്തായിരിക്കും വൈക്കം മുഹമ്മദ് ബഷീർ കണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്കും അറിയില്ല. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനസ്സിനെ മനസ്സിലാക്കുകയാണെങ്കിൽ കൊച്ചിയുടെ ഈ ഓളപ്പരപ്പിൽ തീർച്ചയായിട്ടും അദ്ദേഹം കൊച്ചിയുടെ ചരിത്രവുമായിട്ടാണ് അദ്ദേഹം സംഭാഷണം നടത്തിയത് എന്ന ചില പഠനങ്ങളുണ്ടായിട്ടുണ്ട്. കൊച്ചിയുടെ ചരിത്രം, കാപ്പിനി മുത്തപ്പൻ്റെ ചരിത്രം, യൂറോപ്യൻസ് കൊച്ചിയിലേക്ക് വന്ന ചരിത്രം, അങ്ങനെ കൊച്ചിയെ കൊച്ചിയാക്കിയ ആ ഓളപ്പരപ്പിനോടാണ് സത്യത്തിൽ വളരെ നേരം, മണിക്കൂറുകൾ, ദിവസങ്ങൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിലാണ് അദ്ദേഹത്തിൻ്റെ ഭാവന ഇതൾ വിരിയുന്നതും നീല വെളിച്ചം എന്ന് പറയുന്ന നോവൽ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഒരു നോട്ടം നടത്തിയ ആളാണ് ഫെർണാണ്ട് ബ്രോദേൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചരിത്രകാരൻ, അനാൽ ചരിത്രകാരൻ. അദ്ദേഹം ഫ്രാൻസിലാണ് ജനിച്ചത്, ഫ്രാൻസിലാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ വല്യമ്മയിൽ നിന്നുമാണ് ചരിത്രം, തുടക്കത്തിൽ ഫ്രാൻസിനെ കുറിച്ചുള്ള ചരിത്രം അദ്ദേഹം മനസ്സിലാക്കിയത്. ആ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ പുഴകളെക്കുറിച്ചും നദികളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചും ഒക്കെ വല്യമ്മ പറയും, അമ്മയുടെ അമ്മ പറയും. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം ഈ ചരിത്രത്തിലേക്ക് അദ്ദേഹം ആകർഷണനായി വരുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ഇങ്ങനെ സഞ്ചരിച്ച് അവിടെയുള്ള ആ പരിസ്ഥിതിയൊക്കെ, അവിടുത്തെ ജനങ്ങളെയും അവരുടെ തൊഴിലിനെയും ഒക്കെ കാണുവാനായിട്ടും അതിനെയൊക്കെ നിരീക്ഷണം നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹം ഡിഗ്രി പഠനമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലാണല്ലോ, ഫ്രാൻസിൽ നിന്നും അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോയി. ആഫ്രിക്കയിലെ അൾജീരിയയിൽ ഫ്രഞ്ച് കോളനിയിൽ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു, ഒരു സ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ അൾജീരിയയിൽ നിൽക്കുന്ന സമയത്ത് ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹം മെഡിറ്ററേനിയനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ ടെസ്റ്റിമണിയിൽ അദ്ദേഹം പറയുകയാണ്, ഐ സോ ദ മെഡിറ്ററേനിയൻ അപ്സൈഡ് ഡൗൺ എന്നാണ് പറയുന്നത്. മെഡിറ്ററേനിയൻ എന്ന കടൽ തലകുത്തിനെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി എന്നാണ് ഫെർണാണ്ട് ബ്രോദേൽ പറയുന്നത്.
ആ പറയുന്നതിലൊരു കാര്യമുണ്ട്. കാരണം യൂറോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് മെഡിറ്ററേനിയൻ നേരെ നിൽക്കുന്നതായിട്ട് കണ്ടു, യൂറോപ്പിൻ്റെ വീക്ഷണത്തിൽ, ഫ്രാൻസിൻ്റെ വീക്ഷണത്തിൽ. പക്ഷേ ഫ്രാൻസിൻ്റെ ഒരു കോളനിയായ അൾജീരിയയിൽ ചെന്ന് അൾജീരിയയിൽ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കൊളോണിയലിസത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ ദുരിതങ്ങൾ പേറുന്ന ആ ജനങ്ങളുടെ അനുഭവത്തെ കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം മെഡിറ്ററേനിയനെ നോക്കിയപ്പോൾ മെഡിറ്ററേനിയൻ തലകുത്തനെയായി എന്നാണ് പറയുന്നത്. ഈ ഭാവനയിൽ നിന്നാണ് സത്യത്തിൽ, ഈ ഒരു നോട്ടത്തിൽ, ഈ സൈറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നാണ് സത്യത്തിൽ അദ്ദേഹം ഏറ്റവും ലോകം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നൊബേൽ സമ്മാനം കിട്ടേണ്ടിയിരുന്ന ഒരു ഗ്രന്ഥം, ചരിത്രത്തിന് നൊബേൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ഈ ഗ്രന്ഥത്തിനായിരിക്കും കിട്ടിയതെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് എഴുതുവാനായിട്ട് സാധിച്ചത്. മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ ഡ്യൂറിങ് ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്നാണ് പറയുന്നത്. ആ ഗ്രന്ഥത്തിലേക്ക് പോയത് ഈ ഒരു നോട്ടത്തിലാണ്. ഒറ്റ നോട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ, ചരിത്ര ഭാവനയെ ട്രിഗർ ചെയ്ത ഒരു പോയിൻ്റാണത്. ട്രിഗർ ചെയ്യുക എന്ന് പറയാം. നമ്മൾ തോക്ക് വെച്ചിട്ട് വെടി വെക്കുമ്പോഴത്തേക്കും ട്രിഗർ ചെയ്യാൻ നമ്മൾ പറയല്ലേ, കാഞ്ചി വലിക്കുമ്പോൾ ഉള്ളൊരുന്നുണ്ടല്ലോ, ട്രിഗർ ചെയ്യുമല്ലോ, അതുപോലെ. അദ്ദേഹം പിന്നീട് ബ്രസീലിലേക്ക് പോയി. ബ്രസീലിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് പ്രൊഫസറായിട്ട് സാവോപോളോ യൂണിവേഴ്സിറ്റിയിൽ പോയി. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം തിരിച്ച് ബ്രസീലിൽ നിന്നും നോക്കി മെഡിറ്ററേനിയനും കടന്ന് അറ്റ്ലാന്റിക്കും കടന്ന് അദ്ദേഹം ബ്രസീലിൽ ചെല്ലുകയും ബ്രസീലിൽ നിന്ന് തിരിച്ചൊരു അവധിക്കാലത്ത് അദ്ദേഹം ഫ്രാൻസിലേക്ക് വരുന്ന സമയത്ത്, ബ്രസീലിൽ നിന്ന് ഫ്രാൻസിലേക്ക് എന്ന് വരണമെന്നുണ്ടെങ്കിൽ 24 ദിവസം എടുക്കും. 24 ദിവസം യാത്ര ചെയ്താണ്, ഷിപ്പിൽ യാത്ര ചെയ്ത് വേണം, കപ്പൽ യാത്ര നടത്തി വേണം അദ്ദേഹത്തിന് ഫ്രാൻസിൽ വരുവാനായിട്ട്. അപ്പോൾ 24 ദിവസം ആ കപ്പലിൽ അദ്ദേഹം മറ്റൊരു വ്യക്തിയുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. 24 ദിവസവും വലിയ തർക്കങ്ങളുണ്ടായി. അവർ കാപ്പിയും ചായയും ഒക്കെ കുടിച്ചിങ്ങനെ സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഫ്രാൻസിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രബോധത്തിന് വലിയൊരു മാറ്റം കൂടി ഉണ്ടായി. മെഡിറ്ററേനിയനെ ആദ്യം തലകുത്തനെ കാണുന്നു. പിന്നീട് ഈ 24 ദിവസമുള്ള യാത്രയിൽ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് സ്പെയിനിലെ ഒരു രാജാവായ ഫിലിപ്പ് സെക്കൻഡിനെ കുറിച്ചും മെഡിറ്ററേനിയനെ കുറിച്ചും, ഫിലിപ്പ് സെക്കൻഡിൻ്റെ നോട്ടത്തിലൂടെയുള്ള മെഡിറ്ററേനിയൻ്റെ ചരിത്രം എഴുതുവാനാണ് അദ്ദേഹം ആദ്യം തീരുമാനിച്ചിരുന്നത്. ഫിലിപ്പ് സെക്കൻഡ് ആൻഡ് മെഡിറ്ററേനിയൻ എന്നായിരുന്നു അദ്ദേഹം ആദ്യം കൊടുത്ത ടൈറ്റിൽ. അത് ഫ്രാൻസിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് 24 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ മെഡിറ്ററേനിയൻ ആൻഡ് ഫിലിപ്പ് സെക്കൻഡ് എന്നായി മാറുകയാണ്. മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ടൈറ്റിൽ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവന സഞ്ചരിച്ച, അദ്ദേഹത്തിൻ്റെ ആ ചിന്താമണ്ഡലത്തിലൂടെ ഉണ്ടായ വലിയ മാറ്റങ്ങളുടെ ഒരു ഡിഗ്രി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ്. മെഡിറ്ററേനിയൻ എന്ന് പറയുന്നത് ലോങ് ടേം ടൈം അല്ലെങ്കിൽ ലോങ് ദൂരെ എന്ന് നമ്മൾ വിളിക്കും. മെഡിറ്ററേനിയൻ വേൾഡ് എന്ന് പറയുന്ന സോഷ്യൽ ടൈം, ഷോർട്ട് ടൈം എന്ന്, സോഷ്യൽ ടൈം എന്ന് വിളിക്കും. അതേസമയത്ത് ഫിലിപ്പ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടൈമായിട്ട് മാറുകയാണ്. ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു ടൈറ്റിലിങ്ങിലേക്ക് പോലും ഇത്ര കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് ഫെർണാണ്ട് ബ്രോദേലിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന നോട്ടങ്ങളും, ആ നോട്ടങ്ങളെ ചരിത്രവൽക്കരിക്കുവാനായിട്ടുള്ള ഒരു ഭാവനയെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചപ്പോഴാണ്. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. നമുക്കൊരു ചരിത്രം എന്ന വിഷയത്തിനെ നമുക്ക് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ടം കൊണ്ട് മാത്രം തീരുന്നില്ല, രേഖകൾ നമുക്കുണ്ടായിരിക്കണം, അല്ലേ? നമുക്ക് സോഴ്സസ് കിട്ടാതെ നമുക്ക് ചരിത്രം എഴുതാനായിട്ട് സാധിക്കത്തില്ല. പിന്നീട് സോഴ്സിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു ഫെർണാണ്ട് ബ്രോദേൽ നടത്തിയത്. ഈ കടലിൻ്റെ ചരിത്രം എഴുതണമെങ്കിൽ എവിടെയാണ് ഈ സോഴ്സ് എന്ന് അദ്ദേഹം ആലോചിച്ചു. പലരോടും ചോദിച്ചു, ആർക്കും ഒരു പിടിയുമില്ല. എങ്ങനെ ഈ കടലിൻ്റെ ചരിത്രം, മെഡിറ്ററേനിയൻ്റെ ചരിത്രം എനിക്ക് എഴുതാൻ സാധിക്കും? ഇങ്ങനെ നോക്കി നടന്ന് ഏകദേശം 6 വർഷങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഒരു ആർക്കൈവ്സിൽ ചെന്നു, ദുബ്രോവണിക്കിലെ ആർക്കൈവ്സിൽ ചെന്നു. അവിടെ അദ്ദേഹത്തിന് ധാരാളം സോഴ്സുകൾ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ദിസ് ഈസ് എ യുറേക്ക മൊമെൻറ്റ് ഇൻ ദ ഹിസ്റ്റോറിയൻസ് ലൈഫ്. ശാസ്ത്രജ്ഞൻ്റെ ലൈഫിൽ നമ്മൾ യുറേക്ക മൊമെൻ്റ് എന്ന് കേട്ടിട്ടില്ലേ, എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിൻ്റെ? ഇത് ഫെർണാണ്ട് ബ്രോദേലിൻ്റെ ജീവിതത്തിലെ യുറേക്ക മൊമെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണിയിൽ, ഐ സോ ദ മെഡിറ്ററേനിയൻ ഓഫ് ദ 16th century എന്നാണ് പറയുന്നത്. ഐ സോ ദ മെഡിറ്ററേനിയൻ ഓഫ് ദ 16th century. 16ാം നൂറ്റാണ്ടിലെ മെഡിറ്ററേനിയനെ എനിക്ക് കാണുവാൻ സാധിച്ചു എന്നാണ് 20ാം നൂറ്റാണ്ടിൽ നിന്ന് ഫെർണാണ്ട് ബ്രോദേൽ പറയുന്നത്, രേഖകളിലൂടെ. പക്ഷേ ഒരു രേഖയല്ല, പല രേഖകൾ അദ്ദേഹം വർഷങ്ങളോളം ആർക്കൈവ്സിലിരുന്ന് വർക്ക് ചെയ്തു. അദ്ദേഹം എഴുതുന്ന ഒരു വാക്കുണ്ട്, അദ്ദേഹം പറയുന്നൊരു കമൻ്റ് ഉണ്ട്, ഐ വാസ് ടണലിങ് ത്രൂ ദ ആർക്കൈവ്സ് എന്നാണ് പറയുന്നത്. ഞാൻ ആർക്കൈവ്സിനുള്ളിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൈവ്സിലെ എല്ലാ രേഖകളും അദ്ദേഹത്തിന് കണ്ടെത്തുവാനായിട്ടും അതിൽ നിന്നും മെഡിറ്ററേനിയനെ കുറിച്ച് പഠിക്കുവാനും സാധിച്ചു. ഇതിപ്പോൾ നമ്മൾ സാധാരണ
ഗവേഷകരൊക്കെ ആർക്കൈവ്സിൽ പോയി ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയും അവിടെ രേഖകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ ഒന്നും ഇല്ല സാറേ എന്ന് പറയും. പക്ഷേ അതൊന്നുമല്ല, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ മെഡിറ്ററേനിയനെ അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചത്. അത്രമാത്രം അധ്വാനം, അത്രമാത്രം പേഷ്യൻസ്, ക്ഷമ വേണ്ട ഒരു ശാസ്ത്രമാണ്, സാമൂഹ്യ ശാസ്ത്രമാണ് ചരിത്രമെന്ന് പറയുവാനാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു പേഴ്സണൽ ടെസ്റ്റിമണിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 2, നമ്മളുടെ ചരിത്ര ഭാവന എന്ന് പറയുന്നതിനെ നാം മനസ്സിലാക്കേണ്ടത് ആർക്കൈവുകളിലൂടെയാണ്. അപ്പോൾ ആധുനിക ചരിത്രകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കൈവുകളിലൂടെയാണ് നമ്മൾ ചരിത്രത്തെ പഠിക്കേണ്ടത്, അല്ലേ? ആർക്കൈവ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സഞ്ചാരം നടത്തുകയാണ്, കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നമ്മളൊരു സഞ്ചാരം നടത്തുകയാണ്. അതിനൊരു ടൈം മെഷീനിൽ കയറി നടത്തുന്ന ഒരു സഞ്ചാരം പോലെയാണ് സത്യത്തിൽ ചരിത്രകാരൻ ചെയ്യുന്നത്. അദ്ദേഹം പിറകിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട, ചരിത്രകാരനും ചരിത്രകാരിക്കും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു നിപുണത എന്ന് പറയുന്നത് ഭാഷകളെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ്. ഭാഷയെക്കുറിച്ചിട്ട്, ഭാഷയുടെ പ്രയോഗങ്ങളെക്കുറിച്ചിട്ട്, പദങ്ങളുടെ പ്രയോഗങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. കാരണം പല പദങ്ങളിലൂടെയാണ്, പദാവലികളിലൂടെയാണ് കഴിഞ്ഞ കാലഘട്ടത്തെ കൂറിയിട്ടിരിക്കുന്ന ആൾക്കാർ. അതിനുള്ളിലേക്ക് കടക്കുവാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകണം. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഭാഷയെ മനസ്സിലാക്കുവാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകണം. അതിനൊരു പാരഡിഗ്മാറ്റിക് ആൻഡ് സിൻടാഗ്മാറ്റിക് ഒരു മെത്തേഡെന്ന് നമുക്ക് ചരിത്രത്തിൽ വേണമെങ്കിൽ വിളിക്കാം. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഈ പാഠങ്ങളെ മനസ്സിലാക്കുവാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകണം. ഇങ്ങനെ വ്യത്യസ്ത പാഠങ്ങളിലൂടെ, പദങ്ങളുടെ മനസ്സിലാക്കലിലൂടെ ആണ് നമ്മൾ ആദ്യമായി ഈ ചരിത്രത്തെ, ഈ പാസ്റ്റിനെ നമ്മൾ അറിയുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവ്, ഒരു നിപുണത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടാണ്. ഇ എച്ച് കാറിൻ്റെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മത്സ്യങ്ങളെ വിൽക്കുമരിക്കുന്ന ഒരാളുടെ തട്ടിൽ കാണുന്ന മത്സ്യങ്ങൾ, ഫിഷുകൾ പോലെയാണ് ചരിത്രകാരൻ്റെ സോഴ്സുകളെന്നാണ് പറയുന്നത്. നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ അതിനെ കുക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ടെക്സ്റ്റുവലി അനലൈസ് ചെയ്ത് ഒരു പ്രത്യേക സെൻറ്റൻസ് ആക്കി മാറ്റിയത് എഴുതി അത് ചരിത്രമാക്കി മാറ്റേണ്ട ഒരു ധർമ്മം നമ്മുടേത്. ആ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പദങ്ങളെ മനസ്സിലാക്കുവാനും പദങ്ങളിലൂടെ വാക്യങ്ങളെയും ഈ ടെക്സ്റ്റിനെ മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു നിപുണത ഉണ്ടാക്കണം. അതിന് പറയുന്ന ഒരു പേരാണ് ഒരു ഹെർമന്യൂട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന്. ഹ്യൂറിസ്റ്റിക് ആൻഡ് ഹെർമന്യൂട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ടെക്സ്റ്റുകളെ പഠിക്കുവാനുള്ള നിപുണത. അതിന് പല മെത്തേഡുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പോസ്റ്റ് മോഡേൺ മെത്തഡോളജി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റിവിസ്റ്റ് മെത്തഡോളജി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ രേഖകളെ കൃത്യമായ പഠനത്തിലൂടെ തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തെ അതുപോലെ തന്നെ വരച്ച് കാണിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ രേഖകളെ അതേപോലെ തന്നെ പഠിക്കുകയാണെങ്കിൽ, അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അത് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടത്തെ അതിൻ്റെ തന്നെ ഛായയിൽ, അതിൻ്റെ തന്നെ റിഫ്ലക്സിവിറ്റിയിൽ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും, പുനർസൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നാണ് ലിയോപോൾഡ് ഫോൺ റാങ്ക് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ എക്സാക്ട്ലി റീക്രിയേറ്റ് ദ പാസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ എക്സാക്ട്ലി റീക്രിയേറ്റ് പാസ്റ്റിനെ അങ്ങനെ എക്സാക്ട്ലി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും, നിങ്ങളുണ്ടാക്കുന്ന പാസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിഫ്ലക്സിവിറ്റിക്ക് അനുസരിച്ചുള്ള പാസ്റ്റ് ആയിരിക്കും എന്നാണ് പോസ്റ്റ് പോസിറ്റീവ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ചിന്തകനായിട്ടുള്ള ചരിത്രകാരനായിട്ടുള്ള മിഷേൽ ഫൂക്കോയുടെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രത്തിൻ്റെ പേര് തന്നെ ആർക്കിയോളജി എന്നാണ്. ആർക്കിയോളജി ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആർക്കിയോളജിയുടെ മീനിങ് അല്ല, എങ്ങനെയാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ വാക്കുകളിലൂടെ ഒരു പ്രത്യേക തരം നോളജിനെ, ഒരു ജ്ഞാനബോധത്തെ ഉണ്ടാക്കിയെടുത്തത് അധികാരികൾ. അതിനെ മനസ്സിലാക്കുന്ന ഒരു മെത്തേഡായിട്ടാണ് ആർക്കിയോളജി എന്ന പദത്തെ അദ്ദേഹം ആർക്കിയോളജി ഓഫ് നോളജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. പിന്നെ ധാരാളം ഗ്രന്ഥങ്ങളിലൂടെ ഈ ആർക്കിയോളജി എന്ന് പറയുന്ന മെത്തേഡിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫൂക്കോയുടെ വർക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം. മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസ്, അദ്ദേഹം അവിടെയാണ് സത്യത്തിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് ലെപ്പർ ഹൗസുകൾ സൈക്കാട്രിക് അസൈലംസ് ആയിട്ട് മാറുന്നത് എന്നൊരു പ്രോസസ്സിനെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ബർത്ത് ദ ക്ലിനിക് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഉദയം എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഫൂക്കോ പറയുന്നത്. അവിടെ അദ്ദേഹം ഈ ആർക്കിയോളജി എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന 3 വോളിയത്തിൽ എഴുതി, ഇപ്പം ഒരു ലേറ്റസ്റ്റ് 4ാമത്തെ വോളിയം വന്നിട്ടുണ്ട്. 4 വോളിയത്തിൽ എഴുതിയ പുസ്തകത്തിൽ ഒരു ബയോ പൊളിറ്റിക്സിനെ, ബയോ പവറിനെ കുറിച്ചാണ്, നമ്മുടെ ശരീരങ്ങളെ
നിരീക്ഷിക്കുന്ന, അതിനെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇതിനൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള രീതിശാസ്ത്രങ്ങളുടെ പ്രയോഗത്തിലൂടെ വേണം ഈ പറയുന്ന ആർക്കൈവ്സിലുള്ള പദങ്ങളെയും ഈ പദാവലികളെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ ബോധ്യം എന്ന് പറയുന്നത്, ശാസ്ത്രീയ ജ്ഞാനം എന്ന് പറയുന്നത് ഈ നിപുണത തന്നെയാണ്. പദങ്ങളെ അല്ലെങ്കിൽ ടെക്സ്റ്റുകളെ പഠിക്കുവാനുള്ള നമ്മളുടെ കഴിവ്, ടെക്സ്റ്റുവൽ അനാലിസിസിലുള്ള നമ്മളുടെ കഴിവ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് 1919 ജാലിയൻ വാലാബാഗിനെ കുറിച്ചിട്ട് പറയുമ്പം നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. ഏപ്രിൽ 13 1919 ജാലിയൻ വാലാബാഗ് സംഭവിച്ചെന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷേ ജാലിയൻ വാലാബാഗിലെ ഒരു റെക്കോർഡ് നമ്മുടെ കയ്യിലേക്ക്, ഒരു പ്രൈമറി സോഴ്സ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പം അതിനെ നിർവചിക്കുന്ന, അതിനെ പഠിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ജാലിയൻ വാലാബാഗിലെ ഒരു റെക്കോർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എ വയലന്റ് മോബ് അസംബിൾഡ് ഇൻ ജാലിയൻ വാലാബാഗ് ഡിഫൈയിങ് ദ ഓർഡേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് വാസ് ഷോട്ട് ബൈ ദ ആർമി എന്നുള്ളത്. അക്രമാസക്തരായ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിനെ നിഷേധിച്ച് ജാലിയൻ വാലാബാഗിൽ കൂടിയ സമയത്ത് പട്ടാളം അവരെ വെടിവെച്ചു എന്നാണ് പറയുന്നത്. എ വയലന്റ് മോബ് അസംബിൾഡ് ഇൻ ജാലിയൻ വാലാബാഗ് ഡിഫൈയിങ് ദ ഓർഡേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് വാസ് ഷോട്ട് ബൈ ദ ആർമി എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈം മെഷീനിൽ കയറി വേണം നമ്മൾ ഈ സെൻറ്റൻസിലേക്ക് പോകാനായിട്ട്. നമ്മൾ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും കൊളോണിയൽ ഇന്ത്യയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, ശരിയല്ലേ? അപ്പം നമ്മൾ അന്ന് ആ ഒരു റെക്കോർഡ് എഴുതിയ ഒരാളുടെ ബോധ്യത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ അറിവിലൂടെ വയലൻ്റ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെ? വയലൻ്റ് മോബ് 2024 നിൽക്കുന്ന ഇന്ത്യയിൽ നിന്നും 1919 നിൽക്കുന്ന കൊളോണിയൽ ഇന്ത്യയിലേക്ക് പോകുന്ന ചരിത്രകാരൻ തീർച്ചയായിട്ടും അവിടെ വയലൻറ്റിനെ കാണാനായിട്ട് സാധിക്കത്തില്ല. അവർ ഫ്രീഡം ഫൈറ്റേഴ്സാണ്, നാഷണലിസ്റ്റ് മോബാണ്, പാട്രിയോട്ടിക് മോബാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ സഞ്ചാരത്തിൽ ഈ ടുവേഴ്സ് ബാക്ക് ആൻഡ് ടുവേഴ്സ് ഫ്രണ്ട്, നമ്മൾ മുമ്പിലേക്കും പിറകിൽ നിന്ന് മുമ്പിലേക്കും സഞ്ചരിക്കുന്ന യാത്രയിൽ ഈ വാക്കുകളുടെ അർത്ഥവിന്യാസങ്ങൾ മാറുന്നതിനെ സൂക്ഷ്മമായി പഠിക്കുവാനുള്ള ഒരു കഴിവ്, ഒരു സവിശേഷതയാണ് നാം ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് സാരം. ആർക്കൈവ്സിൻ്റെ കാര്യത്തിൽ, ആർക്കൈവൽ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ. ഇനിയും നമ്മളുടെ സോഴ്സുകളെന്ന് പറയുന്നതെല്ലാം പാഠങ്ങളാണോ, എഴുതപ്പെട്ട പാഠങ്ങളാണോ, രേഖകളാണോ? അല്ല. അല്ലാതെയുള്ള ധാരാളം രേഖകൾ നമുക്കുണ്ടല്ലേ. ആ രേഖകളെയാണ് നമ്മൾ ഭൗതിക വസ്തുക്കളായിട്ട് കാണുന്നത്, മെറ്റീരിയൽ റെമനൻസ് ആയിട്ട് കാണുന്നത്, റെലിക്സ് ഓഫ് ദ പാസ്റ്റ് ആയിട്ട് കാണുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അതിനെ പഠിക്കുന്നതും ചരിത്രകാരന്മാരുടെ, ചരിത്രശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അതിനെയും നമ്മളൊരു ടെക്സ്റ്റായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഒരു നന്നങ്ങാടിയോ അല്ലെങ്കിൽ ഒരു മൈക്രോലിത്തോ അല്ലെങ്കിൽ ഒരു അലമാരിയോ ഒരു താക്കോൽ കൂട്ടമോ അല്ലെങ്കിൽ ഒരു ആൾ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തെ ഒരു ഡ്രസ്സോ ഒക്കെ ഒരു മെറ്റീരിയൽ റെമനൻ്റ് റെലിക്കായിട്ടാണ് നിൽക്കുന്നത്. അതിനെ പഠിക്കുവാനുള്ള ഒരു സവിശേഷ നിപുണത കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ടെക്സ്റ്റായി കണ്ടുകൊണ്ട് അതിനെ ഈ മെത്തേഡ്, നമ്മുടെ രീതിശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ അതിനെ കൂടി വിമർശബോധത്തോടു കൂടി പഠിച്ചെടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരു നന്നങ്ങാടി ഒരു ഹിസ്റ്റോറിക്കൽ ബെറിയൽ ഏൺ ആണ്. മെഗാലിത്തിക് പീരീഡിലുള്ള ആൾക്കാർ മരിച്ചു കഴിയുമ്പം അവരുടെ മൃതശരീരം അവരുപയോഗിച്ചിരുന്ന ചില സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഭരണി പോലത്തെ ഒരു ആർട്ടിഫാക്റ്റാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നന്നങ്ങാടിയെ ചരിത്രകാരൻ, ആർക്കിയോളജിസ്റ്റ് കാണുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ റിലേറ്റീവ് ഡേറ്റിംഗ് അവർ നടത്തും, അതിലുള്ള എന്തൊക്കെയാണെന്ന് കണ്ടെത്തും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നന്നങ്ങാടിയുടെ കൂടെ ആ ആളെ, ആ മരിച്ച് അവിടെ അടക്കപ്പെട്ട ആളുടെ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ചരിത്രം കൂടി ഇതിൽ വിരിയിക്കേണ്ട ആൾക്കാരാണ് ചരിത്രകാരന്മാരെന്ന് പറയുന്നത്. ഒരു സ്പോട്ടിൽ ഒരു ചെറിയ കാര്യം മാർക്ക് ബ്ലോഷ് എന്ന് പറയുന്ന ചരിത്രകാരൻ, അദ്ദേഹം ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ ഒരു തുറമുഖ പട്ടണത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ്. ഒരു തുറമുഖ പട്ടണത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അന്ന് ആ തുറമുഖ പട്ടണം നശിച്ചുപോയി. അപ്പോൾ ആ തുറമുഖ പട്ടണം നശിച്ചുപോയി, അവിടെ ധാരാളം മണ്ണ് വന്നടിഞ്ഞ് അത് വേറൊരു സെറ്റിൽമെൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ആ തുറമുഖ പട്ടണത്തെക്കുറിച്ച് ഒരു ജിയോളജിസ്റ്റ് പഠനം നടത്തുമ്പോൾ അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്ത് അതിൻ്റെ പല ലെയറുകളിലേക്ക് പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ സിൽറ്റിംഗ് ഉണ്ടായത്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ തുറമുഖ പട്ടണം നശിച്ചത് എന്ന് അദ്ദേഹം പഠിച്ചെടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ
ആ തുറമുഖ പട്ടണത്തിൻ്റെ സാമൂഹിക ചരിത്രത്തെ നിങ്ങൾ റീക്ലെയിം ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരികയാണ്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഏതൊക്കെ രീതിയിലുള്ള വ്യാപാരങ്ങളാണ് നടന്നിരുന്നത്, അവിടെ ഏതൊക്കെ കമ്മ്യൂണിറ്റി ഓഫ് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു അവിടുത്തെ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകൾ. അപ്പോൾ ചെറിയ ഒരു കാര്യമാണെന്ന് തോന്നുന്ന, ഇപ്പം ജിയോളജിസ്റ്റിൻ്റെ വർക്കിൽ നിന്നും അല്ലെങ്കിൽ ഒരു ചരിത്രകാരൻ ഒരിക്കലും ഒരു ആൻറ്റിക്വേറിയൻ അല്ല എന്ന വാദമാണ് അവിടെ മാർക്ക് ബ്ലോഷ് വെക്കുന്നത്. ആൻറ്റിക്വേറിയൻ, പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന, അതിനെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന ആളല്ല ചരിത്രകാരൻ. ചരിത്രകാരൻ എന്ന് പറയുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിൽ നിന്നും ഈ ഭൂതകാലത്തിലേക്ക് പോയി ആ ഭൂതകാലത്തിൻ്റെ സവിശേഷമായ ഭൂമികയെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ വിശദീകരിച്ച് വർത്തമാന കാലഘട്ടത്തിൽ കൊണ്ടുവെക്കേണ്ട ആളാണ്. അതുകൊണ്ട് അതൊരു എൻഗേജിങ് വിത്ത് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഒരുമിച്ചാണ് എന്നാണ് മാർക്ക് ബ്ലോഷ് അദ്ദേഹം ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥം. അവിടെയാണ് എങ്ങനെയാണ് ഒരു ചരിത്രകാരൻ ചരിത്രം എഴുതുന്നത് എന്നതിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് പോലെ വായിക്കുവാൻ പറ്റിയ നല്ല രസകരമായ ഒരു പുസ്തകമാണ് ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന മാർക്ക് ബ്ലോഷിൻ്റെ പുസ്തകം. രണ്ടാമത്, ദൈനംദിന നിരീക്ഷണങ്ങൾ, ദിവസേനയുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരീക്ഷണങ്ങൾ എങ്ങനെയാണ് ചരിത്ര രചനയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എന്ന് ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഉദാഹരണത്തിന്, ഞാൻ ഇന്നലെ സെക്കൻഡ് എം എ പിള്ളേരോട് പറഞ്ഞെന്ന് തോന്നുന്നു, നമ്മൾ പറയുന്നു, നമ്മളുടെ സാധാരണ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ പറയുകയാണ്, നമുക്കിനി ഒരു ചായ കുടിക്കാം എന്ന് പറയുകയാണ്, ലെറ്റസ് ഹാവ് എ ടീ എന്ന് പറയുകയാണ്. നമ്മൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി ക്ഷീണിച്ച് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ചായ കുടിക്കാൻ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി കഴിഞ്ഞിട്ട് ഷാർജ ഷേക്കും കാപ്പിയും നാരങ്ങ വെള്ളമൊക്കെയാണ് കുടിക്കുന്നത്, ചായ കുടിക്കുന്നില്ല. ഒരാളെങ്കിലും ചായ കുടിച്ചൊന്നും ഇരിക്കുക, ഒരാളെങ്കിലും മാത്രം ചായ കുടിച്ച് ബാക്കി എല്ലാവരും വേറെ കാര്യങ്ങൾ, ജ്യൂസും ലൈം ജ്യൂസും ഷേക്കും ഒക്കെയാണ് കുടിച്ചത്. പക്ഷെ നമ്മളുടെ പറച്ചിലിൽ ചായ കുടിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നമുക്കൊരു ചായ കുടിക്കാൻ പോകാവുന്നതാണ്. ആ പറച്ചിലിൽ, ആ അട്ടറൻസിൽ, ആ സംഭാഷണത്തിൽ വലിയൊരു ചരിത്രത്തിൻ്റെ ലെഗസി കിടപ്പുണ്ട്. കാരണം കേരളത്തിൽ ടീ പ്ലാന്റേഷൻസ് ശക്തമായിട്ട് വരുന്നത് 1890 മുതലാണ്. 1890 മുതലാണ് മൂന്നാറിലൊക്കെ ടീ പ്ലാന്റേഷൻസ് വരുന്നത്. ടീ പ്ലാന്റേഷൻസ് വരുന്നു, ടീ ഒരു പ്രത്യേക ബെവറേജ് ആയിട്ട് വരുന്നു. അങ്ങനെ ടീ കൾച്ചർ, ഡ്രിങ്കിങ് കൾച്ചർ ഉണ്ടാകുന്നു. അതുവരെ ചായ കുടിക്കാത്ത കേരളീയരൊക്കെ ചായ കുടിക്കാനായിട്ട് തുടങ്ങുന്നു. ചായ ഹോട്ടലുകളിലെയും അല്ലെങ്കിൽ ടീ ഷോപ്പുകളിലെയും പ്രത്യേക രീതിയിലുള്ള ഒരു ഡ്രിങ്കായിട്ട് മാറുന്നു. ടീ ഷോപ്പ് എന്ന് പറഞ്ഞ പേര് തന്നെ അങ്ങനെയാണല്ലോ വരുന്നത്, ടീ ഷോപ്പ് എന്നല്ലേ പറയുന്നത്. ചായക്കട എന്നല്ലേ നമ്മൾ കാപ്പിക്കട നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല, ചായക്കട എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ബോധത്തിലേക്ക്, നമ്മുടെ സാംസ്കാരിക ബോധത്തിലേക്കും ആശയലോകത്തിലേക്കും നമ്മളുടെ ആഹാര ബോധത്തിലേക്കും ഒക്കെ, ഡയറ്ററി പ്രാക്ടീസസിലെയും ബെവറേജ് കൾച്ചറിലേക്കും ഒക്കെ എരമ്പിക്കയറി വരുന്ന ഒരു പ്ലാന്റർ കൾച്ചറിനെയാണ് നമ്മളവിടെ കാണുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു മാറി നടത്തം, കുന്നുകളിൽ വലിയ മരങ്ങളുണ്ടായിരുന്ന സ്ഥാനത്ത് തേയിലച്ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ആ തേയിലച്ചെടികൾ അത് ഗാർഡൻസ് എന്നാണ് യൂറോപ്യൻസ് വിളിച്ചുകൊണ്ടിരുന്നത്, ടീ ഗാർഡൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഉദ്യാനം പോലെ വെച്ച് പിടിപ്പിക്കുകയും ആ തേയില വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ചായ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിലെ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രിങ്കായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കൊളോണിയലിസ്റ്റിലേക്ക് പോകുന്നു, ടീ പ്ലാന്റേഷൻസിലേക്ക് പോകുന്നു, നമ്മൾ കേരളത്തിൻ്റെ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയിലേക്ക് പോകുന്നു, കേരളത്തിലുണ്ടായിരുന്ന വനങ്ങളും കാടുകളും നശിച്ച് അവിടെ തേയിലത്തോട്ടങ്ങൾ വന്നതിലേക്ക് മാറുന്നു, കേരളത്തിൻ്റെ സൗന്ദര്യബോധത്തിലേക്ക്, എസ്തറ്റൈസേഷൻ കൾച്ചറിലേക്ക്. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ മൂന്നാറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സാധാരണ കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, വാട്ട് ആൻ എൻവയോൺമെൻറ്റ്, വേറൊരു എൻവയോൺമെൻറ്റ് ഇല്ലാത്ത പോലെയാണ് വാട്ട് ആൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം ഇത്ര രസകരമായ ഒരു ഉദ്യാനം പോലെ കിടക്കുന്ന ഒരു ഏരിയ നമ്മൾ കാണുന്നു. അവിടെ കൃത്യസ്ഥലങ്ങളിൽ ജിംനോസ്പംസ്, പൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. കൊതുകിനെ പിടിക്കാനായിട്ടുള്ള സ്പാത്തോഡിയം മരങ്ങൾ, നിങ്ങൾ നല്ല ഓറഞ്ച് നിറത്തിലുള്ള പുഷ്പങ്ങളുള്ള സ്പാത്തോഡിയം മരങ്ങൾ നിങ്ങൾ കാണുന്നു. അതിനപ്പുറത്ത് നല്ല വെട്ടി നിർത്തിയിരിക്കുന്ന തേയില ചെടികൾ, തേയിലത്തോട്ടങ്ങൾ നിങ്ങൾ കാണുന്നു. അപ്പോൾ ഭയങ്കര ഒരു വേറെ എസ്തെറ്റിക്സാണ് കാണുന്നത്. അപ്പം ആ ഒരു നോട്ടത്തിൽ പോലും, ആ ഒരു അട്രൻസിൽ പോലും ഒരു ചരിത്രത്തിൻ്റെ ലെഗസി ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്ത് അട്രൻസിൽ, വാട്ട് ആൻ എൻവയോൺമെൻറ്റ്, എന്തൊരു നല്ല സ്ഥലം അല്ലേ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയും. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടെത്തുന്ന അനേകം കാര്യങ്ങളെ ആ നിരീക്ഷണ ബോധത്തിലൂടെ,
അത് ചരിത്രവൽക്കരിക്കുവാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ 1980-കളിലും 90-കളിലുമൊക്കെ ഈ പഴയ വണ്ടികൾ കാറൊക്കെ വിൽക്കുന്ന ഷോറൂംസിന് പറഞ്ഞിരുന്നത് ഓൾഡ് കാർ ഷോറൂം എന്നാണ്. മാരുതി ഇൻട്രൊഡ്യൂസ് 1984 മാരുതി കാർ. 1990 മുതൽ നമ്മൾ യൂസ്ഡ് കാർ ഷോറൂം എന്ന ഒരു ബോർഡ് നമ്മൾ കാണുവാനായിട്ട് തുടങ്ങി. 2000 മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഓൾഡ് കാർ ഷോറൂമും യൂസ്ഡ് കാർ ഷോറൂമും മാറി അവിടെ നമുക്ക് പ്രീ ഓൺഡ് കാർ ഷോറൂമായി മാറുകയാണ്. ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കടയുടെ ബോർഡ് എങ്ങനെയാണ് മാറുന്ന സാമ്പത്തിക ചരിത്രത്തെ സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ നടന്നു പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ധാരാളം ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണാറില്ലേ. ചെറിയൊരു ഇങ്ങനെയുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ബോർഡിന് പോലും, അല്ലെങ്കിൽ ഒരു കടയുടെ ബോർഡിന് പോലും ചരിത്രം നമ്മളോട് പറയുവാനുണ്ട് എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, UC കോളേജിലേക്ക് പോകുമ്പം രാവിലെ 6 മണി 6:30 ആകുമ്പം പെരുമ്പാവൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തൂടെയാണ് ഞാൻ പോകുന്നത്. പെരുമ്പാവൂർ എന്ന സ്ഥലത്തൂടെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരൊറ്റ മലയാളിയെ പോലും അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ബംഗാളികളും ഒറീസക്കാരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. വണ്ടിയുടെ ബോർഡൊക്കെ ഹിന്ദി ബോർഡിലൊക്കെ വന്നു തുടങ്ങി, ഹിന്ദി ബോർഡുകളൊക്കെ. അപ്പോൾ എന്തായിരുന്നു പെരുമ്പാവൂരെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ 6 മുതൽ 7 വരെയുടെ സമയം പോയിട്ട് അത് കഴിഞ്ഞ് മലയാളീസ് കൂടുതൽ വരുന്ന സമയം ആകണം. ഒരു നിശ്ചിത സമയത്തേക്ക് പെരുമ്പാവൂരിൻ്റെ ഒരു ഘടന തന്നെ മാറുകയാണ്. ഒരു ദിവസത്തെ നമ്മുടെ ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് UC കോളേജിലെ ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് ഒരു ഡെസർട്ടേഷൻ ചെയ്യിപ്പിച്ച് ഫോട്ടോഗ്രാഫിലൂടെ ഉള്ള പെരുമ്പാവൂരിൻ്റെ ചരിത്രം, വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ സമയങ്ങളിലെ ഫോട്ടോഗ്രാഫിലൂടെ പെരുമ്പാവൂരിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചരിത്രം. 70-കളിലെ പെരുമ്പാവൂർ, 80-കളിലെ പെരുമ്പാവൂർ, 1990-ലെ പെരുമ്പാവൂർ, 2000-ലെ പെരുമ്പാവൂർ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് 250 ഫോട്ടോയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യുകയും ആ ഫോട്ടോയുടെ ഒരു സീരിയൽ അനാലിസിസിലൂടെ അതിനെക്കുറിച്ച് പഠിച്ചെടുക്കുവാനായിട്ടും സാധിച്ചു. അപ്പോൾ നമ്മുടെ ഒരു നോട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് നമ്മളോട് പറയുക, ചരിത്രം നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്, ഈ രീതിയിലൊന്ന് നോക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേക നോട്ടങ്ങളിലൂടെ ചരിത്രത്തെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ടെക്സ്റ്റുകളെ പഠിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. ഡെയിലി ലൈഫ് വേൾഡിൽ കേൾക്കുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ കാണുന്ന ഒരു ദൃശ്യം നിങ്ങളെ ചരിത്രബോധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അതും പോയിട്ട് ഗന്ധത്തിൻ്റെ ചരിത്രമുണ്ട്, ഗന്ധത്തിൻ്റെ ഓൾഫാക്ടറി മെമ്മറീസ്, ഓൾഫാക്ടറി ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഈ ഗന്ധത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് നമ്മളുടെ നാടിൻ്റെ ഗന്ധം പോലും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. 1970-ലുള്ള ഒരു ഗന്ധമാണോ ഇന്ന് നമുക്കുള്ളത്? ആ ഗന്ധം മാറുന്നുണ്ട് അല്ലേ. ഉദാഹരണത്തിന് നമ്മൾ പഴയ നോവലുകളൊക്കെ നോക്കുകയാണെങ്കിൽ തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ, തോട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഈ മലമൊക്കെ കോരുന്ന ഒരാളാണ്. അയാളുടെ ഒരു 3 തലമുറയുടെ ചരിത്രമാണ് പറയുന്നത്. 3 തലമുറ. ആദ്യമുള്ള തോട്ടി ആ ജോലി ചെയ്യുവാനായിട്ട് അദ്ദേഹം വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്തു. രണ്ടാമത്തെ അയാളുടെ മകൻ തീർച്ചയായിട്ടും എൻ്റെ മകനെങ്കിലും ഒരു തോട്ടി ആകരുത് എന്ന ബോധത്തോടുകൂടി ജീവിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഏറ്റവും ഭയപ്പെടുന്നത് ആ മണത്തെയാണ്, ഗന്ധത്തെയാണ്. എൻ്റെ മകനെ എന്ന് എടുക്കാൻ പോലും അയാൾക്ക് പേടിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ മണം ഉണ്ടാവുക, ആ മണം കൊണ്ട് മറ്റുള്ള ആൾക്കാർ അവനെ മാറ്റി നിർത്തും എന്നുള്ള പേടിയൊക്കെയായിരുന്നു. 4 കെട്ട് എന്ന് പറയുന്ന MT വാസുദേവൻ എന്നവരുടെ നോവലിൽ നിങ്ങൾക്കറിയാം, ഫ്യൂഡലിസ്റ്റിൻ്റെ ഗന്ധത്തെ നമുക്ക് പിടികിട്ടുന്നുണ്ട്. ഫ്യൂഡലിസ്റ്റിൻ്റെ ഒരു പ്രത്യേക ഗന്ധമുണ്ട് എന്നാണ് പറയുന്നത്. പല അവസരങ്ങളിൽ നിന്നും ഈ ഫ്യൂഡൽ കേരളത്തിൻ്റെ ഗന്ധത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്ര വിദ്യാർത്ഥികൾ പാഠങ്ങൾ മാത്രമല്ല, ചിത്രങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ആർട്ടിഫാക്റ്റുകൾ മാത്രമല്ല, നമ്മളുടെ ഗന്ധത്തെ അനുഭവിക്കാനുള്ള ആ നിപുണതയെ കൂടി വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാര്യം അത്ര സവിശേഷമായ രീതിയിൽ ചരിത്ര പഠനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു നല്ല ഒരു പുസ്തകമുണ്ട്, ഈ ഓർഡർ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടുള്ള, ഈ ഗന്ധത്തെക്കുറിച്ച് ഒരു ചരിത്രകാരൻ അലൈൻ കോർബിൻ എഴുതിയ ദ ഫൗൾ ആൻഡ് ദ ഫ്രാഗ്രൻ്റ് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. ദ ഫൗൾ ആൻഡ് ദ ഫ്രാഗ്രൻ്റ്. എപ്പോഴാണ് ചില ഗന്ധം ദുർഗന്ധമായി മാറിയത്? എപ്പോഴാണ് മെഡിക്കലൈസേഷൻ ഓഫ് ഓർഡർ, ഗന്ധത്തിൻ്റെ വൈദ്യശാസ്ത്രവൽക്കരണം സംഭവിക്കുന്നത്? എപ്പോഴാണ് ചില ശരീരങ്ങൾ അസുഖങ്ങൾ വമിപ്പിക്കുന്ന ഗന്ധമുള്ള ശരീരങ്ങളായിട്ട് മാറുന്നത്? അങ്ങനെ വലിയ രീതിയിൽ ജനങ്ങളെ തമ്മിൽ പോലും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ക്ലാസ്സിന് നല്ല ഗന്ധം, മറ്റ് ക്ലാസ്സുകൾക്ക് ദുർഗന്ധം എന്ന രീതിയിൽ ആധുനിക സാമൂഹിക വ്യവസ്ഥ
ഉരുത്തിരിഞ്ഞ് വരുന്നതിനെക്കുറിച്ചാണ് ഇദ്ദേഹം ഫൗൾ ആൻഡ് ദ ഫ്രാഗ്രൻ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ മറ്റൊരു പുസ്തകം കൂടിയുണ്ട്, റോബർട്ട് മുഷം ബ്ലഡ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ സ്മെൽസ് എ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഓർഡേഴ്സ് ഇൻ ഏർലി മോഡേൺ ടൈംസ് എന്ന് പറയും. ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ക്ലാസ് വൈസ് ഗന്ധങ്ങൾ, പ്രത്യേക വർഗത്തിന് പ്രത്യേക ഗന്ധമുള്ള അപ്പർ ക്ലാസ്സിന് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിന് താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് പ്രത്യേക രീതിയിലുള്ള ഗന്ധം, അവരുടെ ഗന്ധം വമിപ്പിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ മലയാള സാഹിത്യത്തിലും അങ്ങനെയുള്ള ഗന്ധങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അടിമവർഗത്തിൻ്റെ ഗന്ധം, ചേറിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ചേറിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല നോവലുകളിലും നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓൾഫാക്ടറി ഹിസ്റ്ററി, OLFACTORY ഓൾഫാക്ടറി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള ഗന്ധത്തിൻ്റെ മാറ്റം. പണ്ടൊക്കെ നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പം മീൻ വറക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇറച്ചി വറക്കുന്നതിൻ്റെയോ ഒരു ഗന്ധം എന്ന് പറയുന്നത് അല്ല ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഗന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു KFCയുടെ കടയിൽ കയറുന്ന സമയത്ത് KFCയുടെ ഗന്ധം അങ്ങനെയല്ലല്ലോ, വേറൊരു പ്രത്യേക ഗന്ധമാണ്. അപ്പോൾ കോർപ്പറേറ്റൈസേഷൻ ഓഫ് ഓർഡർ എങ്ങനെയാണ് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് പുതിയൊരു ഗന്ധത്തെ, ആഹാര പദാർത്ഥങ്ങളിലൂടെ പ്രത്യേക ഒരു ഗന്ധത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയും നിങ്ങൾക്ക് KFC കഴിക്കുവാനായിട്ട് വീണ്ടും താല്പര്യം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ട, വീക്ഷിക്കേണ്ട വിദ്യാർത്ഥികളാണ് ശരിക്കും പറഞ്ഞാൽ ചരിത്ര വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. കളിപ്പാട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബോധം. ഞാൻ ഇപ്പം ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം എന്താണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം. അപ്പോൾ കളിപ്പാട്ടത്തെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ഒന്നുകിൽ JCB അല്ലെങ്കിൽ ടോറസ്. ഈ അടുത്ത കാലത്ത് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞാൽ ക്രെയിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ ടോയ്സിൻ്റെ ഹിസ്റ്ററി ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, കളിപ്പാട്ടങ്ങളുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഈ JCB ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഒരു 10-20 വർഷം കഴിയുമ്പം അപ്പം JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്ന ഒരു വീരത്വമായ കുട്ടിയുടെ മനസ്സിലേക്ക് വരികയാണ്. ജനറേഷൻസ് അനുസരിച്ചിട്ട് ഈ കളിപ്പാട്ടങ്ങളോടുള്ള ഒരു മനോഭാവം മാറുന്നുണ്ട്. അതിനൊരു പുസ്തകമുള്ളത് മിരിയം ഫോൺ ബാക്ക് ബ്രൂണൽ എന്ന് പറയുന്ന ഒരു ചരിത്രകാരിയുടെ ഒരു പുസ്തകമുണ്ട്. മെയ്ഡ് ടു പ്ലേ എന്നാണ് പറയുന്നത്. മെയ്ഡ് ടു പ്ലേ. അമേരിക്കയിലെ പെൺകുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രത്യേകമായ പങ്ക് വഹിച്ച ചില ഡോളുകളെ കുറിച്ചാണ് ഈ ഗ്രന്ഥം പറയുന്നത്. മെയ്ഡ് ടു പ്ലേ. ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ കാണുന്ന ചെറിയൊരു ടോയ് പോലും നമ്മളുടെ സാമൂഹിക അന്വേഷണ ബോധത്തെ, ചരിത്ര അന്വേഷണ ബോധത്തെ കൂടുതൽ ഇൻവിഗറേറ്റ് ചെയ്യേണ്ട, അതിനെ കൂടുതൽ പ്രചോദിപ്പിക്കേണ്ട ഒരു ചെറിയൊരു സൈറ്റായിട്ട് മാറുകയാണ്. ഈ ടോയ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നൊരു ടോയ് എന്ന് പറയുന്നത് KSRTCയുടെ ഒരു തടിവണ്ടിയാണ്, ബസ്സാണ്. KSRTCയുടെ തടി വെച്ചുണ്ടാക്കുന്ന ഒരു ബസ്സുണ്ട്. ആ ചുമലയും മഞ്ഞയും കളറൊക്കെ വെച്ചിട്ട് 2 ആന ഇങ്ങനെ നിൽക്കുന്ന പടം, നമ്മുടെ കേരള സിമ്പലൊക്കെ അതിൻ്റെ അകത്ത് വെച്ചൊരു ബസ്സുണ്ട്. ആ ബസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനൊരു വള്ളിയൊക്കെ കെട്ടിയിട്ട് അത് മുറ്റത്തൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. പ്രത്യേക സ്ഥലങ്ങളിൽ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് പാസഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞ് കല്ലിനെയൊക്കെ എടുത്ത് ബസ്സിനകത്തിടും. അപ്പോൾ KSRTC ബസ്സിനോട് നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ KSRTC ബസ്സിനോടുള്ള ആ ഇഷ്ടം പിന്നീട് മാറുന്നത് KSRTC ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പോകുമ്പോഴാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, ദൈനംദിന ജീവിതത്തിലെ ചില സവിശേഷമായ നമ്മളുടെ വ്യവഹാരങ്ങളെ ചരിത്രവൽക്കരിക്കുവാനുള്ള ഒരു ബോധം കൂടി നമുക്ക് ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു വാക്കിൽ നിന്നും ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരനെ കുറിച്ച് ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അല്ലേ? ലൂസിയൻ ഫേവറിനെ കുറിച്ച് പറഞ്ഞു. ഒരു വാക്കാണ് ആ ചരിത്രകാരൻ്റെ ചരിത്രഭാവനയെ ഇതൾ വിടർത്തിയത്. അതൊരു വാക്കാണ് എങ്കിൽ ഒരു കൺസെപ്റ്റ് ഒരു ചരിത്രകാരൻ്റെ ഭാവനയെ ഇതൾ വിടർത്തിയിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റാണ് കുട്ടിക്കാലം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. കുട്ടിക്കാലം. ഒരു അനാൽ ചരിത്രകാരനായ ഫിലിപ്പ് ഏരീസ് എന്ന് പറയുന്നൊരു ചരിത്രകാരൻ, അദ്ദേഹം എഴുതിയ ഒരു മാസ്റ്റർ പീസ് പുസ്തകമാണ് സെഞ്ച്വറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയും. സെഞ്ച്വറീസ് ഓഫ് ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇല്ലാതിരുന്ന ഒരു ആശയമാണെന്നും കുട്ടിക്കാലം എന്ന് പറയുന്നത് അതിനെ ഉണ്ടാക്കിയത് ആധുനികതയാണ് എന്നുമാണ് അദ്ദേഹം ബാധിക്കുന്നത്. ചൈൽഡ്ഹുഡ് മധ്യകാലഘട്ടത്തിൽ, മിഡീവൽ പീരീഡിലും ഏൻഷ്യൻ പീരീഡിലും ചൈൽഡ്ഹുഡ് ഇല്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് വട്ടാണ് ഇദ്ദേഹം പറയുന്നത് നമുക്ക് വിചാരിക്കുമല്ലോ. പണ്ട് കുട്ടികളുണ്ടല്ലോ, ഇന്നും കുട്ടികളുണ്ട്. പക്ഷേ കുട്ടിത്തം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് ഇവിടെ അദ്ദേഹം, ആ ഒരു കോൺസെപ്റ്റിനെയാണ് അദ്ദേഹം പഠിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 16-17 നൂറ്റാണ്ടിലാണ് കുട്ടിത്തം എന്ന് പറയുന്ന ഒരു ആശയം
ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങുന്നത്, ഇങ്ങനൊരു കുട്ടികളെക്കുറിച്ചുള്ളൊരു ബോധം തോന്നിത്തുടങ്ങുന്നത്, അത് ഉറപ്പിക്കുന്നത്, ആ ബോധ്യം ഒരു കോൺസെപ്റ്റായി ഉറയ്ക്കുന്നത് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമാണ് എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം, പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സ്, ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞൊരു ഡ്രസ്സുണ്ട്, ഫ്രോക്ക്, ഗേൾസിനുള്ള ഫ്രോക്ക്, റിബണൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല വൃത്തിയുള്ള ഒരു സാറ്റിൻ ഫ്രോക്ക് ഒരു കൊച്ചുകുട്ടിക്ക് കിട്ടുന്നു. കൊച്ചുകുട്ടിക്ക് ഒരു ടോയ് കൊടുക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഡോക്ടർമാർ വരുന്നു. കൊച്ചുകുട്ടികൾക്ക് പ്രത്യേക സ്കൂൾ സംവിധാനങ്ങൾ വരുന്നു. കൊച്ചുകുട്ടിയുടെ ജനനത്തെ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. കൊച്ചുകുട്ടി പഠിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ക്ലാസ്സുകളിൽ പ്രത്യേക പടങ്ങളും ഒക്കെയുള്ള പ്രത്യേക ക്ലാസ്സുകൾ വരുന്നു. അപ്പം സവിശേഷമായ രീതിയിൽ ഈ കുട്ടിത്തം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത് 17-18 നൂറ്റാണ്ടുകളിലാണെന്നും 19-ാം നൂറ്റാണ്ടിലാണ് കുട്ടിത്തം ഒരു സെൻസിറ്റീവൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ വികാരമായി കുട്ടികൾ മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു ചെറിയ, നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു പ്രശ്നമില്ലാത്ത ഒരു കൺസെപ്റ്റില്ല ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലം, നിങ്ങളുടെ കുട്ടിക്കാലം. പക്ഷേ ഫിലിപ്പ് ഏരീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ മെത്തേഡിക്കൽ ഡൗട്ടിലൂടെ, ഘടനാപരമായ രീതിയിലുള്ള ക്വസ്റ്റ്യനിങ്ങിലൂടെ ചൈൽഡ്ഹുഡിനെ ഒരു പ്രോബ്ലമാക്കി അദ്ദേഹം മാറ്റുകയാണ്. അപ്പം ചില വാക്കുകൾ, ചില കൺസെപ്റ്റുകൾ, ഇനിയും ഇതുപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മിഷലെ പെരോ എന്ന് പറയുന്ന ഒരു ചരിത്രകാരി, അവരുടെ പുസ്തകത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഒരു വലിയ അത്ഭുതമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക്, ആ പുസ്തകത്തിൻ്റെ പേരാണ് ബെഡ്റൂം ആൻഡ് ഇൻറ്റിമേറ്റ് ഹിസ്റ്ററി എന്നാണ്. ഒരു വീടിനെക്കുറിച്ചുള്ള, ഒരു കുടുംബത്തെക്കുറിച്ചല്ല, പക്ഷെ ഒരു ബെഡ്റൂമിനെ കുറിച്ചാണ്. ചരിത്രത്തിൽ ബെഡ്റൂമുകൾ, പ്രത്യേക സവിശേഷതകൾ, ബെഡ്റൂമുകൾ എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിച്ചു വരുന്നത്. ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ നിന്നും, എല്ലാവർക്കും കിടക്കാവുന്ന ഒരു ബെഡ്റൂമിൽ നിന്നും, ഒരാൾക്ക് മാത്രം കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ 2 പേർക്ക് മാത്രം കിടക്കുന്ന, ഒരു കൊച്ചുകുട്ടിക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമിലേക്കുള്ള വളർച്ച ആധുനികതയിൽ എവിടെ ഉണ്ടായി എന്നാണ്. ഒരു എക്കോളജി ഓഫ് ആർക്കിടെക്ചറാണ് അവിടെ മിഷലെ പെരോ സംസാരിക്കുന്നത്. ഒരു ബെഡ്റൂമിനെ അവിടെ ഒരു വിഷയമാക്കി മാറ്റുകയാണ്. ആ ബെഡ്റൂം എന്ന് പറയുന്ന സങ്കല്പം ആധുനികതയിൽ ഏത് സമയത്ത് എങ്ങനെ വന്നു എന്നുള്ള ഒരു സങ്കല്പമായിട്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ വർക്ക് ഫിലിപ്പ് ഏരീസിൻ്റെ വർക്കാണ്, ദി അവർ ഓഫ് അവർ ഡെത്ത് എന്ന് പറയുന്ന, ദ അവർ ഓഫ് അവർ ഡെത്ത്, നമ്മുടെ മരണമണിക്കൂർ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രന്ഥം ഫിലിപ്പ് ഏരീസിൻ്റെ ഗ്രന്ഥമാണ്. മരണത്തെ പ്രത്യേക രീതിയിൽ നോക്കിക്കാണുന്ന, മരണത്തെ വൈദ്യശാസ്ത്രം നോക്കിക്കാണുന്ന, ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന, കമ്മ്യൂണിറ്റി മരണത്തെ നോക്കിക്കാണുന്നത്, വ്യക്തികൾ മരണത്തെ നോക്കിക്കാണുന്നത്, മരണം വലിയ ഓർമ്മയായിട്ട് മാറുന്ന, സോഷ്യൽ മെമ്മറിയുടെ ഭാഗമായിട്ട് മാറുന്നത്, ഇങ്ങനെയുള്ള അനേകായിരം വിഷയങ്ങൾ. ഭയത്തിൻ്റെ ചരിത്രം, ഭയം, നമ്മളുടെ പേടിയുടെ ചരിത്രം, അതും ഇതുപോലെ തന്നെ ഒരു അനൽ ഹിസ്റ്റോറിയൻ അല്ല, പക്ഷേ എങ്കിലും ഇംഗ്ലണ്ടിലുള്ള മറ്റൊരു ഹിസ്റ്റോറിയനാണ് ജോഅന ബൂർഗ്സ് എന്ന് പറയും. അവരെഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരാണ്, പലതുണ്ട്, ഹിസ്റ്ററി ഓഫ് പെയിൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരെഴുതിയ വളരെ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഫിയർ, ഭയത്തിൻ്റെ സാംസ്കാരിക ചരിത്രം. അപ്പം നമ്മൾ വിചാരിക്കുക, എങ്ങനെയാണ് ഈ ഭയത്തിൻ്റെ ചരിത്രം നമ്മൾ കണ്ടെത്തിയെടുക്കുന്നത്? 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഇംഗ്ലണ്ടിൽ ജീവിച്ച ആൾക്കാർ ഏത് സമയത്താണ് ജർമ്മനി ബോംബിടുന്നതെന്ന് പേടിച്ച് ബങ്കറുകളിലൊക്കെ ജീവിച്ച ജനത്തിൻ്റെ ഭയം. പലർക്കും സൈക്കോളജിക്കൽ ഡിപ്രഷനൊക്കെ സംഭവിക്കുന്നു. അവർ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കാണുന്നു, ആ പ്രിസ്ക്രിപ്ഷൻസും അവരുടെ ട്രീറ്റ്മെൻറ്റ് റിക്കോർഡ്സും ഒക്കെ എടുക്കുന്നു. അത് വെച്ചിട്ടാണ് ഇവർ ഈ ഭയത്തിൻ്റെ ചരിത്രത്തെ ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വികാരത്തിൻ്റെ ചരിത്രത്തെ, ഒരു പ്രദേശത്തുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ ചരിത്രത്തെ, ഭയത്തിൻ്റെ ചരിത്രത്തെ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഭയത്തെ ചരിത്രവൽക്കരിക്കാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കക്കാരുടെ ഭയം, ദേശീയ ഭയം എന്നാണ് അതിനെ വിളിക്കുന്നത്, നാഷണൽ ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഒരു ദേശത്തിന് മൊത്തം പേടിയാണ്. ഒരു വിമാനം ആകാശത്തേക്കുള്ള പോകുന്ന സമയത്തെ അമേരിക്കക്കാർക്ക് പിന്നെ പേടിയാണ്, ഇനി അടുത്ത് ഏത് ബിൽഡിങ്ങാണ് അവർക്ക് തകർക്കാൻ പോകുന്നത് എന്നുള്ള പേടിയിലിരിക്കുന്ന, അങ്ങനെ ഭയത്തിൻ്റെ ചരിത്രം ജോഅന ബൂർഗ്സിൻ്റെ. ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രം എന്ന് പറയുന്ന വിഷയം ഒരിക്കലും പാസിറ്റീവായിട്ട് മാത്രം നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമല്ല. അത് പ്രസൻറ്റിൽ, നിങ്ങളുടെ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങളെ ശക്തമായ രീതിയിൽ ചിന്തയ്ക്ക് വിധേയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഒരു വർത്തമാന കാലമില്ലാതെ, ഒരു പ്രസൻറ്റ് ഇല്ലാതെ ഒരു പാസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ആ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ചരിത്രത്തെ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് തന്നെ നല്ലൊരു ബോധ്യമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, ഒരു സാമൂഹിക ബോധ്യമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു കാര്യം. ഒരു നല്ല ചരിത്ര വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുന്ന പ്രതലത്തെക്കുറിച്ചിട്ട്, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം, നല്ലൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക, സാമൂഹ്യ ബോധ്യം ഉണ്ടാക്കിയെടുക്കുക. ഈ അതുകൊണ്ടാണ് ഫൂക്കോ പറയുന്നത് എവരി ഹിസ്റ്ററി ഈസ് പ്രസൻറ്റിസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. എല്ലാ ചരിത്രവും വർത്തമാനകാലത്തിൻ്റെ ചരിത്രമാണ് എന്ന് ഫൂക്കോ പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാ ചരിത്രവും വർത്തമാന കാലഘട്ടത്തിൻ്റെ ചരിത്രമാണെന്നാണ് ഫൂക്കോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചരിത്രത്തെ വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കയ്യെത്തിപ്പിടിക്കാനുള്ള ദൂരത്തിൽ നിൽക്കുന്ന ചരിത്രത്തെ കയ്യെത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ചരിത്രകാരന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും ചരിത്രം പഠിച്ചത് കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ യൂസ് വാല്യൂ ഓഫ് ഹിസ്റ്ററി എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ. ഫിസിക്സ് പഠിച്ചാൽ ഉപയോഗമുണ്ട്, ആർക്കിടെക്ചർ പഠിച്ചാൽ ഉപയോഗമുണ്ട്, ചരിത്രം പഠിച്ചാൽ എന്താണ് ഉപയോഗം എന്നുള്ളതാണ്. അതിനുത്തരമുണ്ട്. ചരിത്രം പഠിക്കുന്നത് ശരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്നത് പുരോഗമനപരമായ മനുഷ്യത്വവൽക്കരണത്തിന് വേണ്ടിയാണ്. പ്രോഗ്രസീവ് ഹ്യൂമനൈസേഷൻ. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോടുള്ള നമ്മുടെ സഹിഷ്ണുത, സ്നേഹം, അവരോടുള്ള ഒരു ടോളറൻസ് ഒക്കെ ആ സ്പിരിറ്റ് നമ്മളിൽ വളർത്തുവാനാണ്. അപ്പം നല്ല മനുഷ്യന്മാരെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് നല്ല പൗരബോധമുള്ള, നീതിബോധമുള്ള, സാമൂഹിക നീതിയെക്കുറിച്ച് സങ്കല്പമുള്ള ഒരു പൗരത്വ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാനാണ് സത്യത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നാം ചരിത്രം ഏറ്റവും കൂടുതൽ പഠിക്കണം. ഞാനതിനെ ഒരു തെറാപ്യൂട്ടിക്സ് ഓഫ് ഹിസ്റ്ററി എന്ന് വിളിക്കും. ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിയുമ്പം പല രോഗങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വയോജനങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ആൾക്ക് തീർച്ചയായിട്ടും ചരിത്രത്തിലേക്ക് വരുവാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അവർക്ക് മനസ്സിന് വലിയ സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ ചരിത്രത്തെ മനസ്സിലാക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് തെളിയുന്ന ഒരു ആത്മാഭിമാനമൊക്കെ ഞാൻ കാണാറുണ്ട്. അവർക്ക് കൂടുതൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി വരികയാണ്. അവരോടുള്ള നമ്മുടെ സ്നേഹം കൂടുകയാണ്. ഇങ്ങനെ സ്നേഹത്തെ കൂട്ടുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ഇതുവരെ സ്നേഹത്തെ കൂട്ടുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പം മനുഷ്യന്മാർ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ആ സ്നേഹത്തെ കൂട്ടുവാനുള്ള, വിദ്വേഷത്തിന് പകരം സ്നേഹത്തെ കൂട്ടുവാനുള്ള, അസത്യത്തിന് പകരം സത്യത്തെ മുൻനിർത്തിയുള്ള അന്വേഷണങ്ങൾ നടത്തുവാനുള്ള ഒരു നീതിബോധമുള്ള, സാമൂഹിക നീതിബോധമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ ബൗദ്ധിക നിലവാരത്തിലും അതുപോലെ തന്നെ നമ്മളുടെ മാനസിക വ്യവഹാരത്തിലും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരീകരണം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വിഷയമാണ് ചരിത്രം എന്ന് പറയുന്നത്. അല്ലാതെ ചരിത്രം എന്ന് പറയുന്നത് ചില്ലിട്ട് സൂക്ഷിക്കാനുള്ള ഒരു വിഷയം മാത്രമല്ല. നിങ്ങൾ പഠിക്കുന്ന ബുദ്ധനെയും അക്ബറിനെയും നെഹ്റുവിനെയും അംബേദ്കറെയൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുവാനുള്ളതല്ല. തീർച്ചയായിട്ടും അവർ തെളിച്ചു വെച്ച പാതകളെ ഈ കാലഘട്ടവുമായിട്ട് ചേർത്ത് വായിച്ച് അതിന് വേണമെങ്കിൽ പുതിയ ബൗദ്ധിക ബോധ്യങ്ങൾ, സാമൂഹിക ബോധ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുവാനുള്ള പുതിയ ആശയങ്ങളെ, സമൂഹത്തിന് വേണ്ട പുതിയ ആശയങ്ങളെ ഉണ്ടാക്കുവാനുള്ള ആശയങ്ങളെ ഉണ്ടാക്കുന്ന ഒരു ഉർവരത, ഒരു ഐഡിയേഷണൽ ഫെർട്ടിലിറ്റി, ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു കഴിവുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ് ചരിത്ര പഠനത്തിൻ്റെ, ചരിത്ര ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിഷമയമായ ചരിത്രത്തെ, വക്രീകരിക്കപ്പെട്ട ചരിത്രങ്ങളെ മാറ്റുവാൻ, അതിനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ഒരു നേതൃത്വമാണ് സത്യത്തിൽ ഈ യുവചരിത്രകാരന്മാരും യുവചരിത്രകാരികളും നടത്തേണ്ടത്. താങ്ക് യു.